എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് സ്കൂൾ കുട്ടികളും കോളേജിലെ വിദ്യാർത്ഥികളും ഒക്കെ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ സാധാരണയായിട്ട് ഞങ്ങൾ അധ്യാപകർ മറ്റ് അധ്യാപകരെ കാണുമ്പോഴും ഒക്കെ സംസാരിക്കുന്ന ഒരു വിഷയമാണ് സ്കൂൾ കുട്ടികളുടെ അല്ലെങ്കിൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ അച്ചടക്കമില്ലാത്ത രീതികൾ. അവർ വളരെയധികം വിചിത്രമായിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നത്. ഒരു അടുക്കും ചിട്ടയും ഒന്നുമില്ല, ആരെയും ബഹുമാനമില്ല, ആരെയും പേടിയില്ല. അതുപോലെ തന്നെ അധ്യാപകരിൽ നിന്ന് പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ശിക്ഷണ നടപടികളൊന്നുമില്ല. കാരണം അതിനൊക്കെ ഇപ്പോൾ പല തടസ്സങ്ങളുമുണ്ട്, നിയമ തടസ്സങ്ങളുണ്ട്. അങ്ങനെ കുട്ടികളെ അധ്യാപകർ ഇപ്പോൾ പഴയതുപോലെ, പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ലതുപോലെ ചൂരലുകൊണ്ട് അടി കിട്ടുമായിരുന്നു. ഏതെങ്കിലും ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും അടി കിട്ടുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വലിയ കുറ്റങ്ങൾ ചെയ്താൽ പോലും, ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്താൽ പോലും അധ്യാപകർ കുട്ടികളെ ശിക്ഷിക്കാനായിട്ട് മടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മറുവശത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് എന്തും ആകാം എന്നുള്ളൊരു രീതിയിലേക്ക് വന്നിരിക്കുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് ഈ കുട്ടികൾ വീട്ടിലും അതുപോലെ തന്നെ അഴുക്കായി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇത് മുഴുവൻ കുട്ടികളുടെയും കാര്യമല്ല പറയുന്നത്, എന്നാലും ഒരു നല്ലൊരു ശതമാനം കുട്ടികളും വളരെയധികം മോശമായ രീതിയിലേക്ക് പോവുകയാണ്, അവരുടെ പെരുമാറ്റ രീതികളും ജീവിതശൈലികളും ഒക്കെ. അപ്പോൾ ഇതിനൊരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ ഇപ്പോൾ കുട്ടികൾ കിടന്നുറങ്ങുന്ന സമയം താമസിച്ച് വൈകി ആകുന്ന ഒരു രീതിയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് നേരത്തെയൊക്കെ കുട്ടികൾ 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്കും ഒക്കെ രാത്രിയിൽ ഉറങ്ങുമെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. 10 മണിക്കും കുട്ടികൾ ഉറങ്ങുന്നില്ല. ചെറിയ കുട്ടികൾ പോലും 11 ഉറങ്ങുന്നു, 12 ഉറങ്ങുന്നു. അതിൻ്റെ ഒരു പ്രധാന കാര്യം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ തന്നെയാണ്. കാരണം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ തന്നെ വെറുതെ ഫോൺ ചെയ്തും സോഷ്യൽ മീഡിയയിലും മറ്റ് വിവാദ എന്തെങ്കിലും വിഷയങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പുറകെയും അങ്ങനെ അനാവശ്യ ചർച്ചകളൊക്കെ ചെയ്ത് അങ്ങനെ സമയം അവർ സംസാരിച്ച് നീട്ടിക്കൊണ്ട് രാത്രിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശബ്ദമൊക്കെ കേട്ട് കുട്ടികളും വിചാരിക്കും, ഇങ്ങനെയാണ് ലൈഫ്, ഇങ്ങനെ തോന്നിയതുപോലെ രാത്രി കുത്തിയിരിക്കാം. അന്നേരം സാധാരണയായി അവർ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഫോൺ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ടാബ് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയുള്ളവയെല്ലാം വെച്ച് ഒന്നെങ്കിൽ ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ അവർ വീഡിയോസ് കാണുകയും, ഇങ്ങനെയെല്ലാം വന്നതുകൊണ്ട് തന്നെ ശരിയായ ഉറക്കം അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 12 കിടന്നുറങ്ങുന്ന കുട്ടി രാവിലെ എണീറ്റ് പോരുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഉറക്കത്തിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു അഗ്രസീവായിട്ടുള്ളൊരു രീതിയിലേക്ക് പോകും. അങ്ങനെ ആ കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുമ്പോഴും കോളേജിലേക്ക് പോകുമ്പോഴും ഒക്കെ വിചിത്രമായിട്ട് രീതിയിൽ പെരുമാറിയാൽ അതിൽ അത്ഭുതമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ശ്രമിക്കേണ്ട ഒരു കാര്യം, 10 മുമ്പെങ്കിലും കുട്ടികളെ ഉറക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് നിങ്ങളൊരു മാതൃക കാണിച്ചു കൊടുക്കുകയും വേണം. ഉറക്കത്തിൻ്റെ അളവ് കുറയുമ്പോൾ തന്നെ പലതരം ഹോർമോൺ വ്യതിയാനങ്ങളും പലതരം ബോഡിയിൽ ഉള്ള, നമ്മുടെ ശരീരത്തിലുള്ള പലതരം പ്രവർത്തനങ്ങൾ താറുമാറാവും. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് മികച്ച ഒരു രീതി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഈ കാര്യം മാതാപിതാക്കൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഓക്കെ.